അവതാർ ഫയർ ആൻഡ് ആഷ് ഈ ഒരു ഫിലിം സീരീസിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. എങ്ങനെയുണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് വിഷ്വൽ ഓഡിയോ സ്പെക്ടക്കിൾ, ഒരു നല്ലൊരു വിഷ്വൽ ഓഡിയോ ട്രീറ്റ് ആണ്. പക്ഷെ കഥ വൈസും കണ്ടന്റ് വൈസും ഒന്നുമില്ല, മൊട്ട പൂജ്യം. അതാണ് ഈ ഒരു സിനിമ. എനിക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നുന്നത് അറിയില്ല. എങ്ങനെയാണെങ്കിൽ പോലും ഒരേ കഥ, ഒരേ രീതി, ഒരേ പാറ്റേൺ തന്നെയാണ് ഈ സിനിമയിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അവതാർ 1 എങ്ങനെയായിരുന്നു, 2 എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെയാണ് 3. അവതാർ 1 2009 റിലീസ് ചെയ്തത്. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു പടം ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര വിഷ്വൽ എക്സ്പീരിയൻസ്, ഒരു കംപ്ലീറ്റ് ഡിഫറെന്റ് വേൾഡ് ആണ് നമ്മൾ കാണിച്ചത്. നമ്മൾ അതിനകത്തോട്ട് കയറ്റുകയും ചെയ്തു. അത് ആ സമയത്ത് അതൊരു കൾട്ട് സിനിമയായിട്ട് തന്നെ പറയാം. അതിന്റെ ഒരു അടുത്ത ഒരു സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും എത്തിയിട്ടില്ല. പക്ഷെ പിന്നീട് 2022 വേ ഓഫ് വാട്ടർ ഇറങ്ങി. വേ ഓഫ് വാട്ടർ ആണെങ്കിൽ പോലും ഒരേ കഥയാണ് ഫോളോ ചെയ്തെങ്കിൽ പോലും ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. അതേപോലെ ഫസ്റ്റ് പാർട്ടിനേക്കാളും ഗംഭീരം ഒരു VFX ഒരു എക്സ്പീരിയൻസും വിഷ്വൽ എക്സ്പീരിയൻസ് ആ സിനിമ തന്നായിരുന്നു. ആ വെള്ളത്തിന്റെ ഒക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് കുറച്ചുകൂടെ ഒരു വേർത്തി സീക്വൽ ആയിട്ട് തോന്നിയായിരുന്നു. പക്ഷെ അത് തന്നെ സെയിം സംഭവം തേർഡ് പാർട്ടിൽ ഇട്ട് എങ്ങനെ ഉണ്ടാവും? അതൊരു മടുപ്പായിട്ട് മാറും. അത് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയുള്ളൂ. സെക്കൻഡ് പാർട്ടിന്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ, അതാണ് തേർഡ് പാർട്ട്. ഒരു റീ റിലീസ് ചെയ്ത ഒരു എക്സ്റ്റൻഡ് വേർഷൻ ഇറക്കിയ പോലെയാണ് തോന്നിയത്. അങ്ങനെ ഒരുപാട് ബോറടിക്കുകയും മടുപ്പിക്കുന്ന ചെയ്യുന്ന കുറെ നിമിഷങ്ങൾ ഈ സിനിമയിലുണ്ട്. ശരിയാണ്, ഓക്കെ, അത്യാവശ്യം ഹുക്ക് ചെയ്യുന്ന കുറെ മൊമെന്റ് ഉണ്ടെങ്കിൽ പോലും ഒരേ സംഭവമാണ്, ഒരേ കഥ, ഒരേ രീതി, ഒരേ വില്ലൻ. എന്തോ നടി, ഒരേ വില്ലൻ. അവർക്ക് ആ വില്ലനെ ഒന്നും മാറ്റിക്കൂടായിരുന്ന? ഫസ്റ്റ് പാർട്ടിൽ ആ വില്ലൻ ശരിക്കും മരിച്ചു, എന്നിട്ട് സെക്കൻഡ് പാർട്ടിൽ വീണ്ടും വില്ലൻ വന്നു വേറെ രീതിയിൽ. തേർഡ് പാർട്ടിൽ വീണ്ടും അയാൾ വന്നിരിക്കുന്നു. പടം തുടങ്ങിയപ്പോ തന്നെ ആളുടെ മോൻ കാണിക്കും, ആർക്ക് കാണലിലെ മോൻ കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിനിമയുടെ പോക്ക് എങ്ങോട്ടാന്ന്. പക്ഷെ പടത്തിന്റെ ആ ഒരു വിഷ്വൽ പരിപാടി ഉണ്ടല്ലോ, ആ ഒരു പരിപാടി വേറെ ലെവൽ ആയതുകൊണ്ട് ഒന്ന് കണ്ണടയ്ക്കും. പക്ഷെ എന്നാ പോലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നി, എങ്ങനെയാണ് ഒരേ സംഭവം തന്നെ വീണ്ടും ഇരുന്ന് കാണണേന്ന്. സത്യം പറയട്ടെ, ഞാൻ ഇടയ്ക്ക് വെച്ച് വിചാരിച്ചു ജെയിംസ് കാമറോൺ ശരിക്കും പറഞ്ഞ ഫസ്റ്റ് പാർട്ട് തന്നെ പടം നിർത്തായിരുന്നതാണ്. ഫസ്റ്റ് പാർട്ട് ലെവലായിരുന്നു, വേറെ ലെവലായിരുന്നു. അതിന്റെ ആ ഒരു അടുത്തൊന്നും സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് എത്തിയിട്ടേ ഇല്ല. അല്ലെങ്കിൽ പിന്നെ അടുത്ത പാർട്ടിൽ റൈറ്റിംഗ് മാറ്റി പിടിക്കണം, വേറെ കംപ്ലീറ്റ്ലി വേറെ ഡൈനാമിക്സ് ഈ സിനിമ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഉറപ്പാണ് 4, 5, 6 സെയിം സംഭവമായി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളിങ്ങനെ ലൂപ്പിൽ ഇരുന്ന് കറങ്ങണ ഒരു ഫീൽ കിട്ടും. ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒരേ രീതി എടുക്കുകയെങ്കിൽ 4ഉം 5, 6ഉം ചിലപ്പോൾ ഒരേ രീതി തന്നെ പോവാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ്ലി ഒരു മാറ്റം വരുത്തണം. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫ്രഷ്നസും ഫീൽ ചെയ്യുന്നില്ല, ആ ഒരു ഹൈപ്പും ഇല്ല, ഒന്നും തോന്നണില്ല ഈ സിനിമ കണ്ടാണ്. അടുത്ത ഫോർത്ത് പാർട്ട് കാണാൻ പോലും ആഗ്രഹമില്ലാത്ത പോലെ. എന്ത് വന്നാൽ പോലും പറയാൻ വരുന്നത് OTTക്ക് വേണ്ടി നിൽക്കേണ്ടത് തന്നെ പറയുള്ളൂ. കാണുവാണെങ്കിൽ തിയേറ്ററിൽ കാണാൻ താല്പര്യമുള്ള ഒരു തിയേറ്ററിൽ പോയി കാണുക. അത്യാവശ്യം നല്ലൊരു അടിപൊളി വിഷ്വൽ എക്സ്പീരിയൻസ് സിനിമ തരും. അതിൽ ഒരു രീതിയിലും മാറ്റൂല. വിഷ്വൽ എക്സ്പീരിയൻസും നല്ല സൗണ്ടിങ്ങും എല്ലാം സിനിമയുടെ അകത്തുണ്ട്. ആ ഒരു വേൾഡ് ബിൽഡിംഗ് എല്ലാം ഗംഭീരമാണ്. അതിനകത്ത് ഒരു കുഴപ്പമില്ല. അതിനൊക്കെ നിങ്ങൾ ഒക്കെയാണെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കഥയിലൊക്കെ പ്രശ്നമുണ്ട് നിങ്ങൾക്ക്. വേ ഓഫ് വാട്ടർ തന്നെ സഹിച്ചില്ല, ലെങ്ത് ഉള്ളതുകൊണ്ട്. ഇതും ഒരു 3.25 മണിക്കൂറുണ്ട്. അങ്ങനെ ഒക്കെ അല്ലെങ്കിൽ ഈ സിനിമ സ്കിപ്പ് ചെയ്യുന്നതന്നെ നല്ലത്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് വേ ഓഫ് വാട്ടർ തന്നെ ഒരു എക്സ്റ്റൻഡ് വെർഷൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഒരേ വില്ലൻ വരുന്നു, നാട് നശിപ്പിക്കാൻ നോക്കുന്നു, വില്ലൻ മരിക്കുന്നു. വീണ്ടും ആ വില്ലൻ വരുന്നു, നാട് നശിപ്പിക്കാൻ നോക്കുന്നു, വീണ്ടും വില്ലൻ മരിക്കുന്നു. ഇതിനകത്ത് പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. 2 വില്ലന്മാരുണ്ട്, ഒരു വില്ലത്തി കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു അവിയലായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറെ നിമിഷങ്ങൾ കൈവിട്ട് പോയ പോലെ ഒരു ഫീല് വന്നായിരുന്നു. പിന്നെ അതേപോലെ കുറച്ച് ക്രിഞ്ച് ഡയലോഗുകളും അവരാകെ കുറച്ച് കംപ്ലീറ്റ്ലി ജസ്റ്റിസ് വരുത്തിയത് ടെക്നിക്കൽ വർക്കിലും ഇതിന്റെ മ്യൂസിക്കിലും. പിന്നെ അതേപോലെ ഇതിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ കാണാൻ രസമുണ്ടായി. ആ ഒരു വേൾഡും അതിലെ ട്രൈബ്സും നാടും അവരെ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ വളരെ രസമുണ്ട്. പിന്നെ ആ ഒരു ഫാമിലി വളർന്നു വരുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വഴി നോക്കുവാണെങ്കിൽ ആ ഫാമിലിയുടെ കൂടുതൽ കാണാൻ ഒരു ആഗ്രഹമുണ്ട്. അല്ലാണ്ട് ഈ സിനിമ 4, 5, 6 വലിയ എക്സ്പെക്ടേഷൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി പോസിറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്കലി ഈ സിനിമ മാസ്റ്റർ ക്ലാസ് ഇൻ മേക്കിംഗ്. ജെയിംസ് കാമറോൺ ആ ഒരു കാര്യത്തിൽ ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. മേക്കിങ്ങിൽ ജെയിംസ് കാമറോൺ അങ്ങനെ മോശം നിർത്താൻ ഇനി പോകുന്നില്ല എന്ന് തന്നെ തോന്നണത്. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നിയത് ജെയിംസ് കാമറോൺ ഇനി വേറെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു സിനിമയായിട്ട് വരണം തന്നെയാണ്. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ചെയ്തിരിക്കുന്നത് റസൽ കാർപ്പന്റർ ആണ്. റസൽ കാർപ്പന്റർ ടൈറ്റാനിക്കിന്റെ ക്യാമറമാൻ ആയിരുന്നു. ഇത്രയും വർഷത്തിന് ശേഷമാണ് അവരിപ്പോ വീണ്ടും കൊളാബ് ചെയ്തിരിക്കുന്നത്. മാഗ്നിഫിസന്റ് ക്യാമറ വർക്ക് തന്നെയാണ് സിനിമയുടെ. നല്ല ക്യാമറ വർക്ക്. നമുക്ക് ആ ഒരു ഓരോ സീനിന്റെ ഡെപ്തും ഓരോ ഇമോഷന്റെ ഡെപ്തും നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കൊള്ളും. ഇതിനകത്ത് ചെറുതായിട്ട് ആനിമൽസിനെ പോലും, ഇതിനകത്ത് കുറെ ക്രീച്ചേഴ്സ് ഉണ്ട്. അതിനെ ഓരോ ക്രീച്ചറിന് പോലും ഒരു വേദനിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു വേദന ഉണ്ടെങ്കിൽ നമുക്കത് കൊള്ളും. അങ്ങനെയാണ് ഇതിന്റെ ആ ഒരു
ആ ഒരു ഇമോഷണൽ ഡെപ്ത് അങ്ങനെയാണ് ഈ സിനിമയെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഓരോ ആൾക്കാരുടെ വിഷമം നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. അതേപോലെ ഇതിന്റെ മ്യൂസിക് വേ ഓഫ് ഓർഡറിന് സെയിം ആളാണ്, അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. VFX-ഉം 3Dയും ഒക്കെ ഈ സിനിമയുടെ പീക്ക് എന്ന് തന്നെ പറയാം, പീക്ക് ലെവൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിന്റെ VFX-ഉം ചെയ്തു വെച്ചിരിക്കുന്നത്. 3D ഇസ് എ പാർട്ട് ഓഫ് ദിസ് ഫിലിം. നിങ്ങൾ ഈ സിനിമ കാണാൻ പോകണമെങ്കിൽ 3D തന്നെ കാണുക. ഞാൻ പറയുകയാണെങ്കിൽ ഡോൾബി തന്നെ കാണാൻ നോക്കുക. IMAX കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് IMAX-കാര് കാശ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ 1200 രൂപയൊക്കെ ടിക്കറ്റ് വാങ്ങിക്കണത്. അപ്പൊ ഡോൾബി അറ്റ്മോസിൽ കാണുക, 3D തന്നെ കാണുക, 2D പോയി കാണരുത്. അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ ഈ സിനിമ അത്യാവശ്യം വെർത്തി എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സോ OTT കാണാണ്ട് തിയേറ്റർ തന്നെ കാണാനുള്ള സംഭവമുണ്ട്. പക്ഷെ ഒരേ കഥ കാണാൻ ഒക്കെ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും ഒരു കുഴപ്പമില്ല. അവതാർ വേ ഓഫ് വാട്ടർ വേണ്ടിയിരുന്ന് കണ്ടാൽ മതി. സോ എനിക്ക് ഓവറോൾ ഒരു ആവറേജ് വിഷ്വൽ ഓഡിയോ സ്പെക്ടക്കിൾ ആയിട്ടാണ് തോന്നിയത്. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അബിയർ വീൽസ്.